പാൽ സൊസൈറ്റികളിൽ പാല് കൊടുക്കുന്ന ക്ഷീര കർഷകരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ അവരുടെ പാലിന് വില കിട്ടുന്നില്ല എന്നുള്ളതാണല്ലോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാലിൻ്റെ വില നമുക്കറിയാം അടിസ്ഥാനമാക്കിയിട്ടുള്ളത് പാലിലുള്ള ഖരപദാർത്ഥങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണ്. അതായത് ഫാറ്റ്, SNF തുടങ്ങിയിട്ടുള്ള പാലിലെ ഘടകങ്ങളെ ആശ്രയിച്ചിട്ടാണ് പാലിൻ്റെ വില നമുക്ക് മിൽമ തരുന്നത്. നമുക്കറിയാം പാലിൽ 85 മുതൽ 90% വരെ വെള്ളമാണ്. ബാക്കിയുള്ള 10% അല്ലെങ്കിൽ ഒരു 15% അതിൽ മറ്റുള്ള കാൽസ്യം അല്ലെങ്കിൽ വിറ്റമിൻസ്, മറ്റുള്ള ഫാറ്റ്, പ്രോട്ടീൻ എന്നുള്ള നമുക്ക് ഉപയോഗപ്രദമായിട്ടുള്ള സമീകൃതമായിട്ടുള്ള കാര്യങ്ങളുള്ളത്. അപ്പോൾ അത് എങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ട് നമുക്ക് പാലിന് പരമാവധി വില നമുക്ക് നേടിയെടുക്കാൻ സൊസൈറ്റിയിൽ നിന്നുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ ചെയ്യുന്നത് കേട്ടോ. നമ്മൾ കറന്നെടുക്കുന്ന പാലിൻ്റെ ഫാറ്റ് ഏറ്റവും നന്നായിട്ട് കിട്ടാനുള്ള ഒരു മാർഗവും, എന്നാൽ കർഷകരെ സംബന്ധിച്ചിടത്തോളം അവർ ശ്രദ്ധിക്കാതെ പോകുന്ന, പാരമ്പര്യമായിട്ട് പുരാതനമായിട്ട് ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമുണ്ട് കേട്ടോ. അത് എന്താ വെച്ച് കഴിഞ്ഞാൽ പശുവിനെ നമ്മൾ പരമാവധി കറന്നെടുക്കുക എന്ന് പറയും. അതായത് കറന്ന് പിഴിഞ്ഞെടുക്കുക തന്നെ വേണം അവസാനത്തെ ആ ഒരു തുള്ളി പാല്. അതിന് പറയാനുള്ള ശാസ്ത്രീയമായ ഒരു കാരണം ഞാൻ ഒരു എക്സ്പെരിമെൻ്റ് ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ ഞാൻ തെളിയിച്ചു തരാം കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ സീരിയസ്നെസ്സും അതിൻ്റെ ഒരു ഗൗരവവും മനസ്സിലാവുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു പരീക്ഷണം കാണിച്ചു തരുന്നത് കേട്ടോ. നമുക്ക് പരീക്ഷണത്തിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഇത് നല്ല പ്യൂറായിട്ടുള്ള വെളിച്ചെണ്ണയാണ്. പിന്നെ വേണ്ടത് നമുക്ക് ഒരു ഗ്ലാസ് നല്ല ശുദ്ധമായ വെള്ളമാണ്. ഇത് രണ്ടും ഉപയോഗിച്ചിട്ട് ഞാൻ ഇതിലുള്ള വ്യത്യാസം എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കി തരാം കേട്ടോ. നോക്കിയ വെള്ളം നമ്മൾ നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളം ഗ്ലാസ്സിൽ ഒഴിച്ചു കേട്ടോ. കേട്ടോ, നല്ല പ്യൂർ വെള്ളമാണ് കേട്ടോ. അത് നമ്മൾ ഈ വെള്ളം ഒഴിച്ചിട്ട് അതിൽ ഇത് പിടിച്ചേ, ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഒരു 4 തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ചു കേട്ടോ. നമ്മൾ കണ്ട ഇപ്പം എവിടെയാണ് വെളിച്ചെണ്ണ കിടക്കണത്? എവിടെയാണ് കാണാണ്ട? അടിയിലാ മുകളിലാ? എവിടെയാണ് വെളിച്ചെണ്ണ? മുകളിലല്ലേ? ഉറപ്പല്ലേ? ഇതിൻ്റെ അടിയിലേക്ക് വരുന്നില്ലല്ലോ. അപ്പോൾ ഇനി നമ്മളിതിനെ മെല്ലെ മൂടിയിട്ട്, ഇതിൻ്റെ വായ മൂടിയിട്ട് ഒന്ന് കുലുക്കാട്ടാ. അപ്പോൾ എന്താ സംഭവിക്കുക? എല്ലാം മിക്സ് ആവില്ലേ? ഉറപ്പല്ലേ? നോക്കാട്ടോ, നോക്കിയേ. കണ്ട വെളിച്ചെണ്ണ അങ്ങനെ അടിയിലേക്ക് പോണ കണ്ട? കുറേശ്ശെ അങ്ങനെ അടിയിലേക്ക് പോണ കണ്ട വെളിച്ചെണ്ണ? നോക്കാട്ടോ, അതിൽ നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. നമുക്ക് ഇതെങ്ങനെയാണ്, ഇതിൽ മിക്സ് ആവോ ഇല്ല എന്നുള്ളത് പറയാട്ടോ. കണ്ട നന്നായിട്ട് നമ്മൾ ഇളക്കി അതിനെ നന്നായിട്ട് ഡൈലൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ റിസൾട്ട് നമുക്കൊരു ഒറ്റ 1 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് നോക്കാട്ടോ അതിലെന്താ സംഭവിക്കാന്ന്. അപ്പോൾ ഏകദേശം ഒരു 30 സെക്കൻഡ് കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ. അപ്പോഴേക്കും എന്താ അവസ്ഥ നോക്കിയപ്പോൾ എന്താ കാണുന്നത്? വെളിച്ചെണ്ണ എവിടെ നിൽക്കണത് അല്ലേ? വീണ്ടും മുകളിലേക്ക് വന്നില്ലേ? യെസ്, കുഞ്ഞ് കണ്ടുപിടിച്ചു കേട്ടോ മുകളിലെന്നുള്ള കാര്യം. കണ്ടാ? അപ്പോൾ നമ്മളിത് എത്രത്തോളം മിക്സ് ചെയ്താലും ഇതിൻ്റെ സംഭവിച്ചിട്ടുള്ളത് ഈ വെളിച്ചെണ്ണയുടെ അംശം ഇതിൻ്റെ മുകളിലേക്ക് വരും എന്നുള്ളത് ഒരു പ്രപഞ്ച സത്യമാണ്. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ പാലിനോട് എങ്ങനെ കമ്പയർ ചെയ്തിട്ട് നോക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പാലിൻ്റെ പശുവിൻ്റെ അകിടുണ്ടല്ലോ, ഇത് പശുവിൻ്റെ ഒരു അകിട്. നമ്മൾ വെളിച്ചെണ്ണ എന്ന് പറഞ്ഞിട്ട് എടുത്തിട്ടുള്ള എക്സാമ്പിൾ, അതിൽ ആ പാലിൽ വരുന്ന അവിടെ വയ്ക്കുക. വെളിച്ചെണ്ണ എന്ന് പറയുന്നത് നമ്മൾ പാലിലെ ഫാറ്റിനോടാണ് നമ്മൾ ഉപമിക്കുന്നത് കേട്ടോ. മറ്റേത് പാല്, വെള്ളം പാല് എന്നുള്ള രീതിയിലും. അപ്പോൾ ഇതൊരു അകിടാണ്. നമ്മൾ സാധാരണ രീതിയിൽ നമ്മളെ കേരളത്തിലെ പശുക്കളെ കറക്കുന്നതിൻ്റെ ടൈമിങ് ഇപ്പോൾ കഴിഞ്ഞ വർഷം മുതൽ പല സൊസൈറ്റികളിലും മാറ്റം വന്നിട്ടുണ്ട്. 12 മണിക്കൂർ ഇടവേളകളിലാണ് കറക്കുന്നത്. അത് വേറൊരു വശം. ഇനി ഈ വെളിച്ചെണ്ണ എന്ന് പറയുന്ന ഫാറ്റിനോട് നമുക്ക് ഉപമിക്കാമെന്ന് പറഞ്ഞല്ലോ. ഇത് സംഭവിക്കുന്നത് പശുവിൻ്റെ അകിടിൽ നിന്നിട്ട് ഏറ്റവും മുകളിലാണ് ഈ ഫാറ്റ് വന്നിട്ട് നിൽക്കണത്. എപ്പോഴായാലും നമ്മളിപ്പോൾ പശുവിനെ കറന്നെടുത്തിട്ട് പാലിൽ, പ്രത്യേകിച്ച് ഫ്രിഡ്ജിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ, പാത്രം തുറക്കുന്ന പാല് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഊറി ആ ഫാറ്റ് കൂടുതലും മുകളിലായിട്ട് വന്ന് നിൽക്കണത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. എന്ന് പറഞ്ഞ പോലെ ഈ ഫാറ്റ്, ഈ വെളിച്ചെണ്ണ നമ്മൾ വെള്ളത്തിൻ്റെ മുകളിൽ നിൽക്കുകയാണ്. നമ്മൾ സ്വാഭാവികമായിട്ടും പശുവിനെ കറക്കുമ്പോൾ 4 കാമ്പ് ഇവിടെ ഉണ്ടെന്ന് സങ്കല്പിക്കുക. 4 കാമ്പും കറന്നെടുത്ത് ഒരു ശരാശരി കറവക്കാരനെ സംബന്ധിച്ചിടത്തോളം അവൻ കറന്ന് കഴിഞ്ഞ അവസാനം ആകുമ്പോഴേക്കും ഏറെക്കുറെ കൈയൊക്കെ കടഞ്ഞ്, ശരി കുട്ടിയുണ്ട് അപ്പുറത്ത്, കുട്ടിക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഇത്രയും പോർഷൻ, ഇതിൻ്റെ 90% പോർഷൻ നമ്മൾ പാലിലെ
വെള്ളത്തിൻ്റെ അംശം മുഴുവൻ കറന്നെടുത്ത് അവസാനത്തെ ആ ഫാറ്റ് അല്ലെങ്കിൽ നെയ്യിൻ്റെ അംശം വരുമ്പോൾ നമ്മളത് കുട്ടിക്ക് വിട്ടു കൊടുക്കുകയാണ് 90% ക്ഷീരകർഷകരും നമ്മുടെ കേരളത്തിൽ അനുവർത്തിച്ച് വരുന്നത് ഇല്ല. അപ്പോൾ നമുക്ക് ആ തെറ്റ് മനസ്സിലായല്ലോ. ആ ഫാറ്റിലാണ് നമുക്ക് സൊസൈറ്റികളിലും അല്ലെങ്കിൽ ആ പാലിൻ്റെ ഗുണനിലവാരം അടങ്ങിയിരിക്കുന്നത്, മുകളിലുള്ള ഫാറ്റാണ്. അപ്പം നമ്മൾ ഏറ്റവും അടിവശം കറന്നെടുത്തിട്ട് ഫാറ്റിൻ്റെ അംശം വരുമ്പോൾ നമ്മൾ കുട്ടിക്ക് കൊടുക്കുകയോ അല്ലെങ്കിൽ കറക്കാതെ വിടുകയോ ചെയ്യുകയാണ്. അപ്പോൾ ഇതാണ് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്. നമ്മൾ കറക്കുമ്പോൾ ഏറ്റവും അവസാന തുള്ളി പാല് വരെ നമ്മൾ കറന്നെടുക്കുക എന്നുള്ളതാണ് നമുക്ക് ഫാറ്റ് നമ്മുടെ പാലിൽ ഫാറ്റ് കൂടാനുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത്. നമ്മളെ കുട്ടീനെയൊക്കെ കറന്ന് വിട്ടിട്ട് കറക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ചെയ്യുക, നമ്മൾ ആദ്യം ഒന്ന് മുട്ടിച്ച് പശുവിനെ ചുരത്തിയിട്ട് പെട്ടെന്ന് തന്നെ കെട്ടിയിട്ട് ഓടിപ്പോയിട്ട് നമ്മൾ കറന്നെടുത്തിട്ട് ബാക്കി അവസാനത്തെ പാല് കുട്ടിക്ക് കൊടുക്കുകയും ചെയ്യും. കുട്ടീനെ വിട്ടിട്ടുള്ള ആ ഒരു പരമ്പരാഗത രീതിയിലാണ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ അവിടെയും കുട്ടിക്ക് കുടിച്ചുകൊണ്ട് ആ ഫാറ്റ് നമുക്ക് കയ്യിൽ പെടാതെ നഷ്ടപ്പെടുകയാണ് ചെയ്യണത്. അപ്പം നമ്മൾ കുട്ടീനെയൊക്കെ വിട്ട് കറക്കുമ്പോഴേ നമ്മൾ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കുട്ടിക്ക് വേണ്ടിയിട്ട് ഒരു കാമ്പ് മാറ്റി വെച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ 3 കാമ്പിലത്തെയും പാലിലത്തെ ഫാറ്റ് മുഴുവനായിട്ട് നമുക്ക് കറന്നെടുക്കാൻ പറ്റും. നേരെ മറിച്ച് 4 കാമ്പും കുട്ടിക്ക് അങ്ങനെ ഒരു ഓർഡർ ഇല്ലാതെ അല്ലെങ്കിൽ ഒരു ഷെഡ്യൂൾ ഇല്ലാതെ കൊടുക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ കുട്ടിയാണ് ഫാറ്റ് മുഴുവനായിട്ടും കുടിച്ചെടുക്കുക കേട്ടോ. അല്ലെങ്കിൽ കുട്ടീനെ വിട്ടിട്ട് കുടിപ്പിക്കുകയാണെങ്കിൽ വേറൊരു ഓപ്ഷൻ ഉള്ളത്, സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഏകദേശം പാല് കണക്കാക്കിയിട്ട് 4 കാമ്പൊന്നും ഒരേപോലെ കൊടുക്കുക, 4 കാമ്പും കുടിക്കാൻ സമ്മതിച്ചുകൊണ്ട് കൊടുക്കുക. അതേസമയം നമ്മൾ അവസാനം കുട്ടിക്ക് കൊടുക്കരുത്. അവസാനം വരുന്ന കംപ്ലീറ്റ് പാലും 4 കാമ്പിലത്തിൽ നമ്മൾ തന്നെ കൈകൊണ്ട് കറന്നെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. വേറൊരു പ്രശ്നം നമ്മുടെ പാലിൽ കുറയാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കറന്നെടുത്തിട്ട് പാല് ഒരു ക്യാനിലാക്കിയിട്ട് നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് വയ്ക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആരെങ്കിലും അടുത്തുള്ള വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ ആരെങ്കിലും വന്നിട്ട് ചേട്ടാ ഒരു നാഴി പാല് എന്ന് പറഞ്ഞിട്ട് വന്നിട്ട് നമ്മളെന്ത് ചെയ്യും, ആ മോളിൽ ഈ നേരത്തെ കാണിച്ചിട്ട് പറഞ്ഞ പോലെ മോളിൽ ഊറിയിട്ടുള്ള ഫാറ്റ് വരുന്ന ഭാഗം നമ്മൾ കപ്പെടുത്തിട്ട് മുക്കിയിട്ട് അവർക്ക് കൊടുക്കും. അപ്പോൾ എന്ത് സംഭവിക്കും, കംപ്ലീറ്റ് നെയ്യിൻ്റെ അംശം അല്ലെങ്കിൽ ആ ഫാറ്റിൻ്റെ അംശം അതോടുകൂടി പോകും. ബാക്കി അടിയിൽ വരുന്ന പാലാണ് നമ്മൾ സൊസൈറ്റിയിൽ കൊണ്ടുപോയിട്ട് അളക്കുക. അതിലാണെങ്കിൽ തീരെ വിലയും കിട്ടില്ല. അപ്പോൾ ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം. പശുക്കൾക്ക് വൈക്കോല് പോലുള്ള നാര് അംശം അല്ലെങ്കിൽ ഫൈബറിൻ്റെ അംശം കൂടുതൽ അടങ്ങിയിട്ടുള്ള തീറ്റകൾ കൊടുക്കുമ്പോൾ ഫാറ്റ് കൂടി വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ തീറ്റയിൽ 1-2 കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പാലിൽ ഫാറ്റ് കൂടാനുള്ള മാർഗ്ഗങ്ങളുണ്ട് കേട്ടോ. ഒന്ന് മെയിനായിട്ട് നമ്മൾ തീറ്റയിൽ ഇത് കണ്ട പരുത്തി പിണ്ണാക്ക് നല്ല അടിപൊളി ഫൈബർ കണ്ടന്റ് ഉള്ള തീറ്റകൾ കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പാലിൽ കൊഴുപ്പ് കൂടും കേട്ടോ. ഒന്ന് അതിൻ്റെ മെയിൻ ഒരു സോഴ്സാണ് ഈ പരുത്തി പിണ്ണാക്ക് എന്ന് പറയുന്നത്. നമ്മുടെ ഫാമിൽ പരുത്തി പിണ്ണാക്കാണ് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഇതില്ലെങ്കിൽ തേങ്ങ പിണ്ണാക്കാവും അല്ലെങ്കിൽ തവിട് കലർന്നിട്ടുള്ള കൂടുതൽ തവിട് ഐറ്റംസ് കൊടുത്താലും നല്ല ഫാറ്റായിട്ട് കിട്ടും കേട്ടോ. ഇനി നമ്മൾ തീറ്റയുടെ ഒപ്പം 1-2 സൂത്രവിദ്യകൾ ഒപ്പിച്ച് കഴിഞ്ഞാലും ഈ ഫാറ്റ് കൂടാറായിട്ട് കണ്ടുവരുന്നുണ്ട് കേട്ടോ. അതിലും പ്രധാനപ്പെട്ട ഒരു ഐറ്റമാണ് സോഡാപ്പൊടി, അപ്പ സോഡ അല്ലെങ്കിൽ സോഡാപ്പൊടി എന്നൊക്കെ പറയുന്ന ഇത് നമ്മൾ കടയിലൊക്കെ മേടിക്കാൻ കിട്ടും. അപ്പോൾ ഇതൊരു 50 ഗ്രാം വെച്ചിട്ട് നമുക്ക് തീറ്റയിൽ കലർത്തി കൊടുക്കാം നമുക്ക്. പിന്നെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സൂത്രപ്പണി എന്ന് പറയുന്നത് ഇത് വിനാഗിരിയാണ് കേട്ടോ. നമ്മൾ കടയിലൊക്കെ മേടിക്കാൻ കിട്ടുന്ന ചൊറിക്ക അല്ലെങ്കിൽ വിനാഗിരി എന്നൊക്കെ പറയില്ലേ. അപ്പോൾ ഈ സാധനം നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു 50 മില്ലി ഒരു സ്പൂൺ അളവിലൊക്കെ ആയിട്ട് നമുക്ക് അതും ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഫാറ്റ് കൂടി വരുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. വിനാഗിരി അല്ലെങ്കിൽ സോഡാപ്പൊടി, ഇനിയിപ്പോൾ അതും ഈസ്റ്റ് കിട്ടില്ല, നമ്മൾ ഈസ്റ്റ് ഒരു 4 മണി ഇട്ട് കൊടുത്താലും ഈ 3 ഐറ്റംസ് എന്ന് പറയണത് അവരുടെ pH ലെവൽ കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മെക്കാനിസമാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് ഫാറ്റ് കൂടാനും അതേപോലെ വയറിൻ്റെ ഡൈജഷൻ പ്രവർത്തനങ്ങൾ കറക്റ്റ് ഗ്യാസ് റിമൂവ് ചെയ്യാനൊക്കെ ഉള്ള അതിന് മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത് ആ pH ലെവൽ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു പൊടിക്കൈകളൊക്കെ ചെയ്യുന്നത് കേട്ടോ. പിന്നെ നമ്മൾ ഒഴിവാക്കാൻ പറ്റാത്ത വേറൊരു കാര്യം എന്ന് പറയുന്നത് ഫാറ്റ് കൂടാൻ വേണ്ടിയിട്ട് നല്ല ചിലേറ്റഡ് ആയിട്ടുള്ള വിറ്റാമിൻസിൻ്റെ പൗഡർ ഫീഡ് സപ്ലിമെൻ്റ് ആണ് ഇത്. ചിലേറ്റഡ് ആയിട്ടുള്ളത്, അതായത് പലതരത്തിലുള്ള കമ്പനിയിൽ ഇറങ്ങുന്നുണ്ടെങ്കിലും നമുക്ക് നല്ല കമ്പനിയുടെ നോക്കിയിട്ട് മേടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതേപോലെ ഇതിൻ്റെ കണ്ടൻറ്റൊക്കെ നോക്കി മേടിക്കാൻ ശ്രമിക്കുക. ഇത് നമ്മൾ റെഗുലറായിട്ട് കൊടുക്കണം. സാധാരണ രീതിയിൽ എല്ലാവർക്കും അറിയാം, 7-ാം മാസം ചെന മുറുകുന്നത് വരെ നമ്മളിത് കൊടുക്കാൻ പ്രസവിച്ചതിന് ശേഷം. അപ്പോൾ ഈ പറഞ്ഞ പണികളൊക്കെ ഞാൻ കോമൺ ആയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരുമിച്ച് വീഡിയോയിൽ ചെയ്തു എന്നുള്ളൂ കേട്ടോ. എല്ലാം കൂടി ഒരുമിച്ച് ഒരിക്കലും ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ഘട്ടം ഘട്ടമായിട്ട് അല്ലെങ്കിൽ ആഴ്ചയിൽ 2 ദിവസമോ അല്ലെങ്കിൽ രാവിലെ വൈകിട്ടായിക്കോട്ടെ സ്പ്ലിറ്റ് ചെയ്തിട്ട് കൊടുക്കണം കേട്ടോ. അല്ലാതെ എല്ലാം കൂടി ഒരുമിച്ച് കൊടുക്കാതിരിക്കുകയായിരിക്കും കുറച്ചുകൂടി നല്ലത്.
പല കണ്ടന്റുകൾ പല തവണകളായിട്ട് ഇടവിട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ കുറച്ച് സമീകൃതമായിട്ട് അവർക്ക് കിട്ടാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇതേപോലെ പുട്ടുപൊടി പരുവത്തിലെല്ലാം കൂടി സമീകൃതമായി കുഴച്ചിട്ട് ഇതേപോലെ പശുവിന് കൊടുക്കുക. നല്ല ഫാറ്റ് കൂടാൻ വേണ്ടിയിട്ടുള്ള അടിപൊളി. കുറച്ച് കഴിച്ചു നോക്കിയേ, ടേസ്റ്റ് എങ്ങനെ, ടേസ്റ്റ് വൈസ് നോക്ക് ഇതിന്റെ ടേസ്റ്റ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് 12 മണിക്കൂർ അല്ലെങ്കിൽ ഏകദേശം ആ ഒരു സമയത്തോടനുബന്ധിച്ച് തുല്യമായ ഇടവേളകളിൽ കറക്കാൻ ശ്രമിക്കുക കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ അതിന് വേറൊരു ലോജിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മനുഷ്യരായിട്ട് കമ്പയർ ചെയ്ത് പറയുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും ഈ പ്രസവിച്ചിരിക്കുന്ന സ്ത്രീകളൊക്കെ കുട്ടികൾക്ക് മുലയൂട്ടുന്ന അമ്മമാരുണ്ടല്ലോ, അവർക്ക് ആ ഒരു പരിധി കഴിഞ്ഞ് ലോഡ് വരുമ്പോൾ എത്രത്തോളം പ്രയാസം ശാരീരികമായിട്ട് അവർക്ക് ഉണ്ടെന്നുള്ള കാര്യം നമുക്കറിയാലോ. അപ്പോൾ അതേപോലെ തന്നെയാണ് പശുക്കൾക്കും. അവർക്ക് ആ ലോഡ് കൂടുന്തോറും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ആ ഒരു അകിട്ടിലുള്ള പ്രഷർ കൂടുകയും ആ ഫാറ്റ് കണ്ടന്റ് മുകളിലേക്ക് വന്നിട്ട് നമ്മൾ കറന്നെടുക്കുമ്പോൾ ആദ്യം ചെറിയ ഫാറ്റ് കുറവുള്ള പാൽ ആദ്യം കിട്ടുകയും ഫാറ്റ് കൂടുതലുള്ള ആ നെയ്യിൻ്റെ അംശം വരുന്ന ഭാഗം മുകളിലേക്ക് പോയിട്ട് അത് നമുക്ക് കറക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലൂടെ കടന്നു പോവുകയും ചെയ്യും. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും പാലിന് തീരെ വില കിട്ടില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പശുക്കൾക്ക് തീറ്റ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ അവരുടെ ഭക്ഷണം തീറ്റ കൊടുക്കുമ്പോൾ ഒരൊറ്റ സ്ട്രെച്ചിൽ അത് കൊടുത്ത് അവസാനിപ്പിക്കുക. ഇപ്പോൾ രാവിലെ ആണെങ്കിൽ ഞാൻ നമ്മുടെ ഫാമിൽ ചെയ്യുന്നത് കറവിന് മുമ്പ് തീറ്റയോ പുല്ലോ വൈക്കോലോ എന്തെങ്കിലും കൊടുക്കും. അതിന് ശേഷം കറന്നുകൊണ്ടിരിക്കുമ്പോൾ തീറ്റ വെച്ച് കൊടുക്കുകയും കറവ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ തീറ്റ എടുത്ത് കഴിഞ്ഞതിന് ശേഷം ഉടനെ തന്നെ നമ്മൾ പുല്ലോ വൈക്കോലോ വീണ്ടും ഇട്ട് കൊടുക്കുകയും ചെയ്യും. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പണി എളുപ്പമാവും ചെയ്യും, ഇവർക്ക് അത് ഏറ്റവും കംഫർട്ടായിട്ടുള്ള ഒരു സോണാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പണ്ടൊക്കെ കണ്ടുവരുന്നത് വീടുകളിൽ എല്ലാവരും ഈ ഫാമായിട്ട് ബന്ധം അല്ലെങ്കിൽ തൊഴുത്തായിട്ട് പശുക്കളായിട്ട് ബന്ധമുള്ളവരായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ നോക്കുന്ന കൃഷിക്കാരൻ വന്നിട്ട് ഈ വക കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പോവും. അത് കഴിഞ്ഞ് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ആ ആളുടെ അമ്മയോ മുത്തശ്ശിയോ ഭാര്യയോ ആരെങ്കിലും വന്നിട്ട് വീണ്ടും എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കും. അപ്പോൾ വീണ്ടും പശു കിടന്ന പശു എണീച്ചിട്ട് വീണ്ടും അത് തിന്നാൻ നിൽക്കും. അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് അയവെട്ടാനുള്ള ഒരു റെസ്റ്റ് പീരീഡ്, ആ ഒരു ഡൈജഷൻ പ്രോസസ്സ് കറക്റ്റ് നല്ല രീതിയിൽ അയവെട്ടിക്കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാനുള്ള സമയം നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു തെറ്റാണ് അത്. ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇവരെ ശല്യപ്പെടുത്തുക. അപ്പോൾ നമ്മുടെ ഫാമിലൊക്കെ ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ രാവിലത്തെ കറവ് കഴിഞ്ഞാൽ ഞാൻ ഈ പണിയെല്ലാം ഒറ്റയടിക്ക് കംപ്ലീറ്റ് കഴിഞ്ഞു. പിന്നെ വരുന്നത് വൈകിട്ട് 4 മണിക്ക് കറക്കാനാണ്. അപ്പോൾ അത്രയും സമയം അവർ ആ ഒരു സ്ട്രക്ചർ ത്രൂ ഔട്ട് അവർ റെസ്റ്റ് എടുത്ത് നല്ല അവരുടെ സ്വതസിദ്ധമായി അയവെട്ടി കറക്റ്റ് ആ മെറ്റബോളിക് ഡൈജഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതും നമുക്ക് ശാസ്ത്രീയമായിട്ട് നല്ല രീതിയിൽ പാലിൽ ഫാറ്റ് കൂട്ടാനായിട്ട് നമുക്ക് സഹായിക്കാറുണ്ട് കേട്ടോ. മറ്റൊരു കാര്യം നമ്മുടെ കയ്യിൽ നിൽക്കാത്തൊരു കാര്യം എന്ന് പറയുന്നത് ഇതാ നിൽക്കണു കേട്ടോ. നമ്മളെന്താ വെച്ച് കഴിഞ്ഞാൽ അറിയാലോ, കാണുമ്പോൾ കറുപ്പും വെള്ളയും നല്ല ഒരുവിധം കുഴപ്പമില്ലാത്ത ക്രോസ് ആയിട്ടുള്ള HF ആണ്. പ്യൂർ HF അല്ലെങ്കിലും HF കണ്ടന്റ് കൂടുതലുള്ള പശുക്കളാണ് കേട്ടോ. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് കുസ്തി പിടിച്ചിട്ടും കാര്യമില്ല, അവരുടെ ഫാറ്റ് കൂടാനായിട്ട് ഒരു കാര്യമില്ല. ശാസ്ത്രീയമായിട്ട് അല്ലെങ്കിൽ ജനിതകമായിട്ട് ഇവർക്ക് ഉൽപ്പാദിപ്പിക്കുന്ന പാലിന് ഒരു പരിധിയുണ്ട് ആ ഫാറ്റിന്. അപ്പോൾ അത് വിട്ടിട്ട് നമ്മൾ എങ്ങനെയൊക്കെ പൊടിക്കൈകൾ പ്രയോഗിച്ചാലും ആ രീതിയിൽ ഫാറ്റ് കൂട്ടിയെടുക്കാൻ നമുക്ക് സാധിക്കില്ല. എങ്കിൽ കൂടി ഒരു പരിധി വരെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഫാറ്റ് കൂടുകയും അതേപോലെ പാലിന് സൊസൈറ്റിയിൽ അളക്കുന്ന കർഷകർക്ക് നല്ല വില കിട്ടാനും സഹായിക്കും കേട്ടോ. ഇനി നമുക്ക് ഫാറ്റ് അല്ലാതെ പാലിന്റെ വില സൊസൈറ്റിയിൽ നിശ്ചയിക്കുന്ന വേറൊരു പ്രധാനപ്പെട്ട ഘടകമാണ് വാട്ടർ കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സൊസൈറ്റിയിൽ അളക്കുന്ന എല്ലാ കർഷകരും കണ്ടിട്ടുണ്ടായിരിക്കും ആ സ്ലിപ്പിൽ വാട്ടർ എത്ര ശതമാനം 0, 1, 2, 3 അങ്ങനെ പെർസെൻറ്റേജ് അനുസരിച്ച് പാലിൽ വിലയിൽ മാറ്റം വരും കേട്ടോ. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പാലിൻ്റെ വെള്ളത്തിൻ്റെ അളവ് വരുന്നത് ഒരു പരിധി വരെ കൂടുതലും നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന പാത്രങ്ങൾ അല്ലെങ്കിൽ ആ രീതിയിലുള്ള പ്രശ്നങ്ങൾ വരുമ്പോഴാണ് വെള്ളത്തിൻ്റെ അളവ് കൂടുന്നത് കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ പാല് കറന്നെടുക്കുന്ന ബക്കറ്റിലെ വെള്ളം മുഴുവൻ കളഞ്ഞിട്ട് പാല് കറക്കാൻ ശ്രദ്ധിക്കുക. അതേപോലെ പാലൊഴിച്ച് കൊണ്ടുപോകുന്ന ക്യാൻ ഉണ്ടല്ലോ, ആ ക്യാനിലത്തെ വെള്ളം നമ്മൾ ഒന്നുമില്ലെങ്കിൽ വേനൽക്കാലത്തൊക്കെ ആണെങ്കിൽ വെളിച്ചത്ത് കൊണ്ടുപോയിട്ട് ഉണക്കുക, അല്ലെങ്കിൽ മഴക്കാലത്താണെങ്കിലും ഇത് കമഴ്ത്തി വെച്ചിട്ട് വേണം ഉണക്കാനായിട്ട്. അപ്പോൾ അതിൽ കംപ്ലീറ്റ് വെള്ളം ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ നമ്മൾ അതിൽ പാലൊഴിക്കാൻ പാടുള്ളൂ. അതേപോലെ വേറൊരു സിസ്റ്റം എന്ന് പറയുന്നത്, നമ്മൾ പാലളക്കുന്ന സൊസൈറ്റികളിൽ ഒരു കാലിബ്രേഷൻ യൂണിറ്റ് കണ്ടിട്ടില്ലേ, മിൽക്ക് അനലൈസർ. അതായത് ഈ മിൽക്ക് അനലൈസറിൽ നമ്മൾ ഈ പാല് ഒരു ടെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ചെറിയ ഗ്ലാസ്സിൽ എടുത്തിട്ട് ഈ പാല് ടെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ഇതിൽ ഇത്ര കണ്ടന്റ് ഉണ്ട് എന്നുള്ളത് ഡിജിറ്റലായിട്ട് മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ സിസ്റ്റത്തിൽ ആ മിൽക്ക് അനലൈസർ എന്ന് പറയുന്ന ആ മെഷീൻ സംവിധാനത്തിൽ 29% ആണ് അവർ സ്റ്റാൻഡേർഡൈസ് ചെയ്തിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്.
ഈ പശുവിൻ്റെ പാല് നമ്മൾ കറന്നെടുത്ത് കറക്റ്റ് ആ സ്പോട്ടിൽ അതിൻ്റെ ടെമ്പറേച്ചർ നോക്കുകയാണെങ്കിൽ ഒരു 34 മുതൽ 35 ഡിഗ്രി വരെ ടെമ്പറേച്ചർ ഉണ്ടാവും കേട്ടോ. അപ്പം നമ്മൾ കറന്നെടുത്ത് ഉടനെ തന്നെ കൊണ്ടുപോയി സൊസൈറ്റിയിൽ അളന്നു കഴിഞ്ഞാൽ അതിൻ്റെ റീഡിങ്ങിലുള്ള ആ ഒരു ഏറ്റക്കുറച്ചിൽ കാരണം, ആ ഒരു ഏകീകരണത്തിലുള്ള വ്യത്യാസം കാരണം നമ്മുടെ ഫാറ്റും അല്ലെങ്കിൽ SNF കണ്ടന്റുകൾ കുറച്ച് കാണിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാല് കറന്നെടുത്ത് ഉടനെ തന്നെ കൊണ്ടുപോകാതെ 1 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 1.5 മണിക്കൂർ പാല് തണുപ്പിച്ചതിന് ശേഷം, അതായത് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വേറൊരു സംവിധാനമല്ല ഉപയോഗിക്കുന്നത്. പാല് തണുപ്പിക്കാനായിട്ട് നമുക്ക് ചെറിയ ചെറിയ പൊടിക്കൈകൾ, അതായത് ഈ ക്യാനിൻ്റെ മുകളിൽ ചണച്ചാക്കിൽ വെള്ളം നനച്ചിട്ട് മുകളിൽ ചുറ്റി വയ്ക്കുകയോ അല്ലെങ്കിൽ സ്റ്റീൽ പാത്രമൊക്കെ ആണെങ്കിൽ വേറൊരു വെള്ളപാത്രത്തിൽ ഈ പാലിൻ്റെ പാത്രം ഇറക്കി വെച്ചിട്ട് തണുപ്പിക്കാം. ആ രീതിയിൽ ഒരു 29-30 ആ ഒരു ടെമ്പറേച്ചർ ലെവലിൽ കൊണ്ടുപോവുകയാണെങ്കിൽ വിലയിൽ നല്ല മാറ്റം ഉണ്ടാവട്ടെ. അപ്പോൾ അതും നമ്മൾ കർഷകർ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ സൊസൈറ്റിയിൽ സാധാരണ രീതിയിൽ എല്ലാ മാസവും ഏറ്റവും കൂടുതൽ അവിടെ അളന്ന കർഷകർക്ക് ഏറ്റവും കൂടുതൽ വില കിട്ടിയിട്ടുള്ള ആൾക്കാരുടെ ലിസ്റ്റ്, ആ പേര് അവിടെ നോട്ടീസ് ബോർഡിൽ പബ്ലിഷ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ഇപ്പോൾ കാണുന്നത്. നമ്മളിപ്പോൾ സൊസൈറ്റിയിൽ ലാസ്റ്റ് നോക്കി 60 രൂപ 66 പൈസ 1 ലിറ്ററിന് കിട്ടിയിട്ടുള്ള ആളുണ്ട്. 58 രൂപ 92 പൈസ കിട്ടിയിട്ടുള്ള 2 പേരുണ്ട്. അപ്പോൾ ഇത്രയും ടോപ്പ് വിലയാണ് ഈ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് സൊസൈറ്റിയിൽ നിന്ന് കിട്ടാൻ പോണത് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങളുടെ ക്ഷീരകർഷകരായ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക കേട്ടോ. അവർക്കും പാലിന് പരമാവധി വില സൊസൈറ്റിയിൽ നിന്ന് കിട്ടട്ടെ. അതുപോലെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്ത് കിടക്കുന്ന ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഇതുപോലെ അപ്ലോഡ് ചെയ്യുന്ന ഉപകാരപ്രദമായ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ.